ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഈ പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ ദൈവവചനം മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാനും ദൈവകരുണയിൽ ആശ്രയിക്കുവാനും നമ്മെ പഠിപ്പിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ്. സ്നേഹപിതാവായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, കർത്താവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചനം ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിർമ്മലമായൊരു ഹൃദയം കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ കരുണയിലും സ്നേഹത്തിലും ഞങ്ങളെ അവിടുന്ന് നിലനിർത്തണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായനാ ധ്യാനം പുറപ്പാട് പുസ്തകം 32 അധ്യായം 7 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗമാണ്. അപ്പോൾ യഹോവ മോശയോട്, നീ ഇറങ്ങിച്ചെല്ലുക, നീ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ച് അതിന് യാഗം കഴിച്ചു. ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറയുന്നു എന്ന് അരുളി ചെയ്തു. ഞാൻ ഈ ജനത്തെ നോക്കി, അത് ദുശാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു. അതുകൊണ്ട് എൻ്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ചു. ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കുമെന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. എന്നാൽ മോശ തൻ്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു പറഞ്ഞത്, യഹോവേ, നീ ബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നതെന്ത്? മലകളിൽ വെച്ച് കൊന്നുകളയുവാനും ഭൂതലത്തിൽ നിന്ന് നശിപ്പിക്കുവാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്ന് മിസ്രയീമ്യരെ കൊണ്ട് പറയിക്കുന്നത് എന്തിന്? നിന്റെ ഉഗ്രകോപം വിട്ടുതിരിഞ്ഞ് നിന്റെ ജനത്തിന് വരുവാനുള്ള ഈ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കണമേ. നിന്റെ ദാസന്മാരായ അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ഓർക്കണം. ഞാൻ നിങ്ങളുടെ സന്തതിയെ ആകാശങ്ങളിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കുകയും ഞാൻ അരുളി ചെയ്ത ഈ ദേശമൊക്കെയും നിങ്ങളുടെ സന്തതിക്ക് കൊടുക്കുകയും അവർ അതിനെ എന്നേക്കും അവകാശമായി പ്രാപിക്കുകയും ചെയ്യുമെന്ന് നീ നിന്നെ കൊണ്ട് തന്നെ അവരോട് സത്യം ചെയ്തുവല്ലോ. അപ്പോൾ യഹോവ തൻ്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച് അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ചു. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിൽ ദൈവം മോശയോട് ഇസ്രായേൽ ജനം സ്വർണ്ണ കാളക്കുട്ടിയെ ആരാധിച്ച് വലിയ പാപം ചെയ്തതായി അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ വിശുദ്ധത പാപത്തെ അംഗീകരിക്കുന്നില്ല. എന്നാൽ അതേസമയം തന്നെ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഈ വചനഭാഗത്തിൽ വെളിപ്പെടുന്നു. മോശ സ്വന്തം മഹത്വം അന്വേഷിച്ചില്ല. പകരം അവൻ ജനങ്ങൾക്കു വേണ്ടി ദൈവസന്നിധിയിൽ നിന്ന് അപേക്ഷിക്കുകയാണ്. അവൻ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെയും വിശ്വസ്തതയെയും ഓർമ്മിപ്പിച്ച് കരുണ യാചിക്കുകയാണ്. ഇത് നമ്മെ ഒരു വലിയ ആത്മീയ സത്യം പഠിപ്പിക്കുന്നു. യഥാർത്ഥ പ്രാർത്ഥന സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടിയും ആ പ്രാർത്ഥന ഉയരേണ്ടതാണ്. ഇത് നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ സഭയ്ക്കും നമ്മുടെ രോഗികൾക്കും നമ്മളിലെ വഴിതെറ്റിയവർക്കും നമ്മുടെ രാജ്യത്തിനും വേണ്ടി നാം പ്രാർത്ഥിക്കണം.
നാം അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? ഈ വചനഭാഗം യേശുക്രിസ്തുവിനെയും ഓർമ്മിപ്പിക്കുന്നു. ഇന്നും യേശു നമ്മുടെ മഹാപുരോഹിതനായി പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. ആയതിനാൽ നമുക്കും മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി ഈ തിരുവചന ഭാഗത്തിലൂടെ തിരിച്ചറിയാം. ഇന്ന് നമുക്ക് സ്വയം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ടോ? എൻ്റെ പ്രാർത്ഥനയിൽ കരുണയും സ്നേഹവുമുണ്ടോ? ദൈവത്തിൻ്റെ കരുണയിൽ ഞാൻ പൂർണ്ണമായി ആശ്രയിക്കുന്നുണ്ടോ? പ്രിയരെ, ഒരു നീതിമാന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥന ഒരാളുടെ ജീവിതം മാറ്റിമറിക്കുവാൻ ദൈവം ഉപയോഗിച്ചേക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഇന്നത്തെ ഈ തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കരുണയുള്ള ഒരു ഹൃദയം തമ്പുരാനെ ഞങ്ങൾക്ക് അവിടുന്ന് ദാനമായി നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ സുഹൃത്തുക്കളെയും ഞങ്ങളുടെ സഭയെയും ഞങ്ങളുടെ രാജ്യത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വഴിതെറ്റിപ്പോയവരെ തിരികെ കൊണ്ടുവരണമേ. രോഗികൾക്ക് സൗഖ്യവും ദുഃഖിതർക്ക് ആശ്വാസവും നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശയും നൽകണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും സാക്ഷ്യമാകട്ടെ. കർത്താവേ, ഈ തിരുവചനം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാ ആത്മാക്കളെയും തമ്പുരാനെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ശക്തമായി പ്രവർത്തിക്കട്ടെ. കരുണയും സ്നേഹവും നിറഞ്ഞ ഹൃദയം നൽകി ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. ആമേൻ.